ഒരിക്കൽ പുരാവസ്തു ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇടിഞ്ഞ് തകർന്നതായിട്ടുള്ള ഒരു ക്ഷേത്രം കാണുവാനായിട്ടിടയായി. ആ ക്ഷേത്രം കണ്ട മാത്രയിൽ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ കാലഘട്ടവും അതെങ്ങനെയാണ് നശിച്ചു പോകുവാനായിട്ട് ഇടയായതും എന്നൊക്കെ തിരക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ക്ഷേത്രത്തിൻ്റെ അടുത്തിലെത്തി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പല ശിലകളൊക്കെ ഉണ്ട്, ചിലതൊക്കെ വായിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ നിന്ന് അല്പമൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ആൽമരം കണ്ടു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ആൽത്തറയിൽ ഒരു കാഷായ വേഷം ധരിച്ചതായിട്ടുള്ള ഒരു വൃദ്ധൻ കിടക്കുകയാണ്. അപ്പോഴേക്കും ഈ വിദ്യാർത്ഥിക്ക് മനസ്സിലായി, ഈ ക്ഷേത്രത്തെക്കുറിച്ച് അല്പമെങ്കിലും ഈ വൃദ്ധന് അറിയാമായിരിക്കും. ഒരുപക്ഷെ നമുക്ക് പറയാം സന്യാസി എന്ന്. ആ മനുഷ്യൻ അറിയാമായിരിക്കും. അങ്ങനെ ആ വിദ്യാർത്ഥി ആ സന്യാസിയുടെ അല്ലെങ്കിൽ കാഷായ വേഷം ധരിച്ച വ്യക്തിയുടെ വൃദ്ധൻ്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ക്ഷേത്രം എങ്ങനെയാണ് നശിച്ചു പോയത്? ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, പഴക്കമുണ്ട്? ആ വൃദ്ധൻ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, ചോദിക്കാത്ത ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൊച്ചുനാളിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ വളരെയധികം സമയം ചെലവഴിച്ചിരുന്നതാണ് ഈ ക്ഷേത്രം. മനോഹരമായ ക്ഷേത്രം, ഇവിടുത്തെ പൂജാഗിരികളെല്ലാം തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇവിടെ ഈ ആൽ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു മാവുണ്ടായിരുന്നു, ചക്കരമാവ്. അവർ പറഞ്ഞത്, ആ വൃദ്ധൻ പറഞ്ഞിരിക്കുന്നത് ചക്കരമാവെന്നാണ്. നമുക്കതിനെ വരിക്ക മാവെന്ന് പറയാം. കാരണം നമുക്കറിയാം, വളരെയധികം രുചി നൽകുന്ന മാമ്പഴം ലഭിക്കുന്നതാണ് തേൻ വരിക്ക മാവിൽ നിന്ന്. ഇപ്പോൾ ആ വരിക്ക മാവ്, ആ മാവ് അവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെല്ലാം തന്നെ ഞങ്ങൾ കളിക്കുകയും ഈ മാവിൽ മാങ്ങയുണ്ടാകുന്ന സമയത്ത് അതിനെ എറിഞ്ഞു വീഴ്ത്തുകയും രുചി പകരുന്നതായിട്ടുള്ള ഈ മാമ്പഴം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്ത കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ വിദ്യാർത്ഥിക്ക് കുറച്ചുകൂടെ ആശങ്കയായി. പിന്നെ എന്താണ് സംഭവിച്ചത്? ചില വർഷങ്ങൾ കഴിഞ്ഞു. ഈ മാവിൻ്റെ പൊത്തിൽ ഒരു പേരാൽ വളരുവാനായിട്ട് തുടങ്ങി. ആരും അതിനെ ശ്രദ്ധിച്ചില്ല. പതിയെ പതിയെ വളരുവാനായിട്ട് തുടങ്ങി. വളർന്നപ്പോഴേക്കും ഈ മാവിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് ആ പേരാൽ ശക്തിപ്പെടുവാനിടയായി. ആ മാവ് ക്ഷയിച്ച് പോയി. പിന്നെ അവിടെ കുട്ടികളുടെ കളിയില്ല, പൂജാഗിരികളൊന്നും തന്നെ ഇല്ല. ക്ഷേത്രവും നശിച്ച് ഇന്നിപ്പോൾ ഈ പേരാൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചത് രുചി പകരുന്ന അനുഭവങ്ങളായിട്ടാണ്. എന്നാൽ നമ്മിലേക്ക് നമ്മളറിയാതെ ചില പോരായ്മകൾ, ചില ദുഷ്ട സ്വഭാവത്തിൻ്റെ അവസ്ഥകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് ചിലപ്പോഴൊക്കെ കടന്നു വന്ന് ഈ പേരാൽ കടന്നു വന്നതുപോലെ നമ്മൾ അറിയുന്നില്ല, എവിടെ കൂടെയൊക്കെയോ കുറേശ്ശെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാനായിട്ട് തുടങ്ങി. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരെ ശരിയായ രീതിയിൽ കാണുവാനായിട്ട് കഴിയാത്ത വസ്തുതയായി. എന്ന് പറഞ്ഞാൽ, ചക്കരമാവിൻ്റെ രുചി പകരുന്ന അനുഭവം ഉണ്ടായിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പേരാലുകളൊക്കെ ഇങ്ങനെ മുളച്ച് കിടക്കുകയാണ്. ഈ പേരാലുകൾ മുളച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരിയായിട്ട് ആരാധിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കഴിയാത്ത അനുഭവത്തിലൂടെ ഈ നാളുകൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 45-ാമത്തെ സഭാദിനം ആഘോഷിക്കുന്ന ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ പേരാലുകളൊക്കെ ഒന്ന് നുള്ളി മാറ്റി, ഒരുപക്ഷെ പറിച്ചു മാറ്റുവാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ടായിരിക്കും. പക്ഷേ അതിനെയൊക്കെ ഒന്ന് പിഴുതെറിഞ്ഞ് ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പരം അനുഗ്രഹിക്കുവാൻ
ശാപത്തിൻ്റെ വാക്കുകളല്ല, പരസ്പരം അനുഗ്രഹിക്കുവാനായിട്ട് ദൈവമാക്കി വെച്ച മനുഷ്യൻ്റെ ജീവിതമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. നല്ല മൂല്യങ്ങൾ വളർത്തുന്ന ജീവിതമാക്കി നമ്മുടെ ജീവിതങ്ങളെ ഈ കൺവെൻഷൻ പരമ്പരകളിലൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിന് മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാം. പ്രത്യേകിച്ചും ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ അതിന് വഴിതെളിക്കുന്ന ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ദാവീദ് ദേവാലയം പണിയുവാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട് കൽപ്പിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ദാവീദാണോ അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത്? ആരാണ് ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചവിടെ തുടങ്ങിയത്? ശലോമോൻ. അതെ, ശലോമോൻ ദേവാലയം പണിയുവാനായിട്ട് ആരംഭിച്ച് അതിനുവേണ്ടി പ്രാരംഭം കുറിക്കുമ്പോൾ ചില വസ്തുതകൾ, ചില കാര്യങ്ങൾ അതിന് അനിവാര്യമായിട്ടുണ്ട്. അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. അതിനു വേണ്ടി ഒരുങ്ങിയതായിട്ടുള്ള, പ്രത്യേകിച്ചും എടുത്തു പറയുന്നതായിട്ടുള്ള തടിപ്പണികൾ, അതിന് തടികൾ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? അവിടുന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകമുള്ള എല്ലാവരും ഒന്ന് എടുത്ത് ഏതൊന്ന് 2 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് വായിച്ചത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിന്നാൽ നിങ്ങൾ ഒരുപക്ഷെ ഉറങ്ങിപ്പോകും. ഒന്നാമതേ നമുക്ക് കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പോൾ ഇരിക്കുന്നവരത്രയും ഉണർന്നിരുന്നാൽ നമുക്ക് വളരെ വേഗത്തിൽ പ്രസംഗം അവസാനിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പിരിയാം. എവിടെ നിന്നാ കൊണ്ടുവന്നിരിക്കുന്നത്? ലബാനോനിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള ആദ്യം പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? ദേവദാരു. ലബാനോനിലെ ദേവദാരു. ഈ ലബാനോനിലെ ദേവദാരുവിന് ചില പ്രത്യേകതകളുണ്ട്. ആ ചില പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. കൺവെൻഷൻ പരമ്പരയുടെ ആദ്യത്തെ രാത്രികാലം നമ്മൾ ഈ ദേവദാരുവിൻ്റെ, ലബാനോനിലെ ദേവദാരുവിൻ്റെ ചില പ്രത്യേകതകളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ നാട്ടിലെ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും രാജകീയ പ്രൗഢിയുള്ള വൃക്ഷമാണ് ലബാനോനിലെ ദേവദാരു. അതിൻ്റെ ശാസ്ത്രീയ നാമമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിഡ്രസ് ലബാനി. സൗന്ദര്യത്തിലും ഗുണമേന്മയിലും ഈട് നിൽക്കുന്നതിലും മറ്റു തടികളിൽ നിന്നെല്ലാം തന്നെ മികച്ചതാണ് ഈ ലബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ ലബാനോനിലെ ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബലത്തിൻ്റെയും പ്രൗഢിയുടെയും ദീർഘായുസിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദാവീദ് രാജാവ് കൊട്ടാരം പണിതതും ലബാനോനിലെ ദേവദാരു കൊണ്ടാണ്. ശലോമോൻ പണിതതായിട്ടുള്ള ദേവാലയവും കൊട്ടാരവും പിന്നീട് 2-ാമത്തെ ഘട്ടത്തിൽ എസ്ര പണിയുന്നതായിട്ടുള്ള ദേവാലയത്തിനും അതിനുള്ള തടികളും ലബാനോനിൽ കൊണ്ടുവന്നതായിട്ടാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എവിടെയാണ് ഈ ലബാനോൻ? ഏഷ്യ മൈനറിലെ ടോറസ് എന്ന് പറയുന്ന പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് ഈ ലബാനോനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വെളുത്തത് എന്നാണ് ഈ ലബാനോൻ്റെ പേരിൻ്റെ അർത്ഥമായിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് ചിന്തിച്ചാൽ, വെളുത്ത ചുണ്ണാമ്പ് കല്ലുകളോട് കൂടിയ ഉയരമേറിയ പർവ്വതനിരയും വർഷത്തിൽ 6 മാസം കൊടുമുടികളെ മൂടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു മഞ്ഞുമാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ വെളുത്തത് എന്ന് ഈ ലബാനോൻ്റെ പേരിന് അർത്ഥമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ ഈ ലബാനോനെ കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് പ്രാരംഭമായിട്ട് പറയുന്ന ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത ഭൂമിയുടെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ലബാനോനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തി മരുഭൂമിയിൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറെ കടൽ വരെയും ആകും എന്ന് വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു.
ഇവിടുത്തെ വൃക്ഷമായ ഈ ദേവദാരു വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 92-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ പന പോലെ തളയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരുവാനായിട്ടിടയാകും. ലെബാനോനിലെ പർവ്വത നിരകളിൽ വളരുന്നതായിട്ടുള്ള ഈ ദേവദാരുവിന് ചില സവിശേഷതകൾ ഉണ്ട്. അത് നമുക്ക് ആത്മീകമായിട്ടുള്ള നിലയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ആഴത്തിലേക്ക് വേരിറക്കുന്ന ഒരു മരമാണ് ഈ ലെബാനോനിലെ ദേവദാരു. ആഴത്തിലേക്ക് വേരിറക്കുന്ന ഒരു മരം. ആഴത്തിലേക്ക് വേരിറക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം, നമ്മുടെ ഇടയിലേക്കുള്ള മരങ്ങൾ ചിലതൊക്കെ ആഴത്തിൽ വേരിറക്കുന്ന മരങ്ങളാണ്. ഈ ആഴത്തിൽ വേരിറക്കുന്ന മരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആഴത്തിൽ വേരുള്ളത് കൊണ്ട് തന്നെ കാറ്റടിച്ചാലും അത് ഇങ്ങനെ ആടും, പക്ഷേ അത് മറിഞ്ഞു പോകത്തില്ല, അത് കടപുഴകി വീഴത്തില്ല. കാരണം ആഴത്തിൽ വേരുണ്ട്. ആ വേരിനെ ഞാനും നിങ്ങളും കാണുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതവും ഇതുപോലെ തന്നെ ആയിരിക്കണം. വിശ്വാസത്തിൽ ആഴമായിട്ടുള്ള ക്രിസ്തുവിലുള്ള വേര് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നാം ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയമായിട്ടുള്ള വളർച്ച പ്രാപിക്കുന്നവരായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത്, അത് കാറ്റ് വന്നാലും അതിനെ കടപുഴകി വീഴുവാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവ സ്നേഹത്തിൽ വേരൂന്നി നാം ജീവിക്കണം. അത് ആഴത്തിലുള്ള വേരാക്കി തന്നെ നാം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഴത്തിലുള്ള വേര്, ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കത്തക്ക തരത്തിലുള്ള വേര് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ വിശ്വാസം എപ്രകാരമുള്ള ആഴത്തിലുള്ളതാക്കിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെയൊക്കെ വിശ്വാസം എങ്ങനെയാ? ഇച്ചിരി പ്രതിസന്ധി, ഇച്ചിരി പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴേക്കും നമ്മൾ ആകെപ്പാടെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. AD 4-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ധാരാളം വ്യക്തികൾ ക്രിസ്ത്യാനികളായിട്ട് മാറുവാനായിട്ടിടയായി. പ്രത്യേകിച്ചും റോമൻ ഗവൺമെൻറ് സേവനങ്ങളിൽ അനേകർ ഉണ്ടായിരുന്നു. അനേകർ ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റന്റൈൻ്റെ പിതാവായിട്ടുള്ള കോൺസ്റ്റന്റീനസ് ചക്രവർത്തി ഇപ്രകാരം തൻ്റെതായിട്ടുള്ള രാജഭരണം ആരംഭിച്ചപ്പോൾ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുവാനായിട്ടിടയായി. സർവീസിലിരിക്കുന്ന ക്രിസ്ത്യാനികൾ തങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തെ, ക്രിസ്തുവിനെ ത്യജിച്ചു കളഞ്ഞിട്ട് അവർ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഗവൺമെൻറ് സർവീസിൽ തുടരുവാനായിട്ട് കഴിയും. അതല്ല, നിങ്ങൾ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് സർവീസിൽ നിന്ന് നിങ്ങൾ രാജിവെച്ച് അല്ലെങ്കിൽ വിരമിച്ച് മാറേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ തന്നെ കുറച്ച് പേരൊക്കെ തീരുമാനമെടുത്തു. കാരണം എന്താ? അവരുടെ വയറ്റുപിഴപ്പാണ്. അവർക്ക് ജീവിക്കുവാനുള്ളത്, തങ്ങളുടേതായിട്ടുള്ള ഉപജീവന മാർഗം അതാണ്. ഗവൺമെൻറ് സേവനത്തിൽ ലഭിച്ചതായിട്ടുള്ള ജോലിയെ കളയുവാനായിട്ട് മടിയുള്ളത് കൊണ്ട് ചിലരൊക്കെ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് ഗവൺമെൻറ് സർവീസ് മതി, യേശുവിന് വേണ്ട, യേശുവിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വേണ്ട, ഗവൺമെൻറ് സർവീസിലെ ഞങ്ങളുടെ ജീവിതം മതി എന്ന്. ഇത് മാറി നിന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള കോൺസ്റ്റന്റീനസ് ചക്രവർത്തി ചില ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സർക്കുലറൂടെ പുറപ്പെടുവിച്ചു. ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടേതായിട്ടുള്ള ജോലിയെ രാജിവെച്ചതായിട്ടുള്ള എല്ലാവരും തിരികെ തങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ടാണ് നീ ഇത്രയും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നത്? ആ കുട്ടി പറയുകയാണ്, എൻ്റെ പട്ടം വളരെ വളരെ ഉയരത്തിലെത്തിയിരിക്കുകയാണ്, എൻ്റെ പട്ടം വളരെ വളരെ ഉയരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും ആ മനുഷ്യൻ നോക്കുമ്പോൾ പട്ടം കാണുവാൻ കഴിയുന്നില്ല. ചോദിക്കുകയാണ്, പട്ടത്തെ ഞാൻ കാണുന്നില്ല, എവിടെയാണ് നിന്റെ പട്ടം? അപ്പോൾ പറയുകയാണ്, ഞാനും പട്ടത്തെ കാണുന്നില്ല, പക്ഷേ പട്ടത്തിൻ്റെ ഓരോ ചലനവും എനിക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഞാൻ പിടിച്ചിരിക്കുന്ന ഈ നൂലിൽ നിന്ന് എനിക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട്, എൻ്റെ പട്ടം വളരെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പട്ടം വളരെ ഉയരങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെയധികം ഉയരത്തിൽ വളരുന്നതായിട്ടുള്ള മരമാണ് ലെബാനോനിലെ ദേവദാരു. കാരണം അതിന് നല്ലൊരു വേരുണ്ട്. എൻ്റെ നിങ്ങളുടെയും ജീവിതം ക്രിസ്തുവിൽ വേരൂന്നിയാൽ അത് നിശ്ചയമായിട്ടും തഴച്ചു വളരുവാനായിട്ട് ഇടയാകും എന്നതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് ചെറിയ ചെറിയ കാറ്റടിക്കുമ്പോഴും പ്രതിസന്ധി വരുമ്പോൾ, കോളുകൾ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ തളർന്ന് വാടിപ്പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്. ലെബാനോനിലെ ദേവദാരു ഒരിക്കലും വാടിപ്പോകുന്നില്ല, അത് തഴച്ച് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ വളരെയധികം തണലുള്ള ഒരു വൃക്ഷമാണ് ലെബാനോനിലെ ദേവദാരു. വളരെയധികം തണലുള്ള ഒരു വൃക്ഷമാണ്. തണൽ നൽകുവാനായിട്ട് പക്വമായിട്ടുള്ള ശാഖകളും ഇലകളും ദേവദാരുവിനുണ്ട് എന്ന് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പക്ഷികൾ, ധാരാളം പക്ഷികൾ അതിൽ കൂടുകൂട്ടി അഭയം പ്രാപിക്കുന്നവരായിട്ട് മാറുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് തണൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഒരു മരത്തിൻ്റെ കീഴിൽ തണലിൽ ആയിരിക്കുക, തണലിൽ അഭയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അത് ആശ്രയിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം പലപ്പോഴായിട്ട് ചിന്തിക്കുന്ന ഒരു വസ്തുതയുണ്ട്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, അല്ല, അത് മറ്റുള്ളവർക്കും കൂടെയുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വസ്തുതയുണ്ട്, സമ്പത്ത് നമുക്ക് കൂട്ടിച്ചേർക്കണം, സമ്പത്ത് കൂട്ടിച്ചേർക്കണം. കാരണം നമ്മുടെ തലമുറകൾക്ക് ജീവിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുവാനായിട്ട് നമ്മളെല്ലാം അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇടയ്ക്ക് ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു പറഞ്ഞതായിട്ടുള്ളൊരു വസ്തുത, ഭവനത്തിൽ ആ സഹോദരിയും സഹോദരനും 2 മക്കളാണ്. അവർക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളും അതിൽ ഒരു കുട്ടി 10 വയസ്സ് പ്രായമുണ്ട്, മറ്റേ കുട്ടിക്ക് 4 വയസ്സ് പ്രായമുണ്ട്. 10 വയസ്സ് പ്രായമുള്ള കുട്ടി എന്ന് പറയുമ്പോഴേക്കും അതല്പം ഈ ലോകപ്രകാരം നോക്കുമ്പോഴേക്കും അല്പം സൗന്ദര്യമുണ്ട്, വെളുപ്പാണ്. രണ്ടാമത്തെ കുട്ടി അല്പം കറുപ്പാണ്. അപ്പോഴേക്കും ആ സഹോദരി പറഞ്ഞതായിട്ടുള്ളൊരു വസ്തുത ഇതാണ്. കാരണം അവരുടേതായിട്ടുള്ള വ്യവസായത്തിന് അല്പം പ്രതിസന്ധി വന്നപ്പോഴാണ് സഹോദരി ഇപ്രകാരം പറയുവാനായിട്ടിടയായത്. മൂത്ത കുട്ടിയെ അത് കല്യാണം കഴിച്ച് കൊടുക്കുവാനായിട്ട് അത്ര പ്രയാസമൊന്നുമില്ല, കാരണം സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടു പോകും. രണ്ടാമത്തെ കുട്ടി കറുപ്പാണ്, സൗന്ദര്യം കുറവാണ്, അതുകൊണ്ട് ഒരു ഇന്നോവയെങ്കിലും കൊടുക്കാതെ ആരും വരത്തില്ല, ഒരു ഇന്നോവയെങ്കിലും കൊടുക്കാതെ ആരും വരത്തില്ല. ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞതാകുന്നുവെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മക്കൾ എങ്ങനെ കടന്നു പോകുന്നു, എങ്ങനെയൊക്കെയുള്ള ജീവിതം മക്കൾ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ കാലഘട്ടം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. അമ്മമാർക്കോ അപ്പന്മാർക്കോ ഒന്നും ഭവനത്തിൽ കിടന്നിറങ്ങുവാൻ കഴിയുന്നില്ല, ശരിയായിട്ട് വിശ്രമിക്കുവാൻ കഴിയുന്നില്ല, സഹോദരങ്ങളെ പോലും ശരിയായിട്ടൊന്ന് കാണുവാൻ കഴിയുന്നില്ല. കാരണം മക്കളുടെ ചിന്താഗതികളൊക്കെ മാറി. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ പാടെ മാറിയിരിക്കുകയാണ്. അവർക്ക് തണലേകേണ്ടവർ പരസ്പരം കൊല്ലുവാനും ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടുവാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുക, നമ്മളുടെ മക്കളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പലപ്പോഴും അവർക്ക് മാതാപിതാക്കളെ ശരിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് മനസ്സിലാക്കേണ്ടത്.
മക്കൾക്ക് വേണ്ടി എല്ലാം കരുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതം ഒന്ന് ശരിയാക്കി എടുക്കുവാനായിട്ട് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. നടന്ന ഒരു സംഭവം കൂടെ ഞാൻ ഓർപ്പെടുത്തട്ടെ. +2 വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അടുത്ത ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ആഗ്രഹമാണ് നേഴ്സിംഗ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ അതിനെല്ലാം തന്നെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ളൊരു പെൺകുട്ടി തൻ്റെ പഠനം ആരംഭിച്ചു. നേഴ്സിംഗ് പഠനം ആരംഭിച്ചു. ചില നാളുകളൊക്കെ കടന്നുപോയി. ഒരു ദിവസത്തിൽ ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലായി. ചില നാളുകൾ ഇങ്ങനെ പ്രണയവുമായിട്ട് തള്ളി നീട്ടി. വീട്ടിൽ ഏറ്റവും അച്ചടക്കവും അടക്കവും ഒതുക്കവുമുള്ള മകൾ, ആരെക്കൊണ്ട് മോശമായിട്ടൊന്നും തന്നെ പറയിപ്പിക്കാത്ത ഒരു മകൾ, നല്ല ദൈവവിശ്വാസമുള്ള റോമൻ കാത്തലിക് സഭയിലെ വിശ്വാസി കൂടെ ആയിട്ടുള്ളൊരു മകൾ, ആരാധനകളിലെല്ലാം സജീവം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം ഇങ്ങനെ കിടക്കുകയാണ്. ചില നാളുകൾ കടന്നുപോയി. അവരുടെ പ്രണയം ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരുന്നു. അവസാനം ആ യുവാവ് പറയുകയാണ്, എന്തായാലും നമ്മുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തേ മതിയാകും. ചില ദിവസങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവം വന്നു. ആ തിരുനാൾ മഹോത്സവം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയും ആ ദേവാലയത്തിനകത്തുണ്ട്. പെൺകുട്ടിയുടെ മാതാവുമുണ്ട്. അന്നത്തെ പൂജയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. പുറത്തിറങ്ങി മറ്റു പരിപാടികളൊക്കെ നടക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊബൈലിൽ ഒരു കോൾ വരികയാണ്. ഈ ചെറുക്കൻ വിളിക്കുകയാണ്, ഈ മുസ്ലിം യുവാവ് വിളിക്കുകയാണ്, ഇപ്പോൾ നീ ഇറങ്ങി വരണം, നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങി വരണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യും. ഈ മകൾ അല്പസമയം ചിന്തിച്ചു. അതിനുശേഷം എങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള ചിന്തയിലോട്ട് പോയി. മാതാവിനെ തൊട്ടടുത്ത് വാഷ്റൂമിലേക്ക് പോകണമെന്ന് രണ്ടുപേരുമായിട്ട് കടന്നുപോയി. ആദ്യം ഈ മകൾ വാഷ്റൂമിൽ കയറി തിരിച്ചിറങ്ങി. മാതാവ് വാഷ്റൂമിലോട്ട് കയറുവാനായിട്ട് മാതാവിനെ കയറ്റി. അപ്പോഴേക്കും മാതാവ് പറയുകയാണ്, മകളെ, ഈ പേഴ്സും ഈ കുടയും കൂടെ നീ കയ്യിലൊന്ന് വച്ചോ, ഈ ഫോണും കൂടെ നീ കയ്യിൽ വച്ചോ. അപ്പോഴേക്കും ഈ മകൾ പറയണം, ഇല്ല അമ്മ അതുകൂടെ വച്ച് കൊണ്ട് കയറിയാൽ മതി. അമ്മ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് കയറി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിന്ന് കടന്നുപോയി. പിന്നീട് ഫോൺ വിളിച്ച് അമ്മയോട് പറയുകയാണ്, ഞാൻ അവിടെ ഇല്ല, ഞാൻ ഇന്ന വ്യക്തിയോടുകൂടെ ഒളിച്ചോടിയെന്നു. ചില ദിവസങ്ങൾ കടന്നുപോയി. ഒളിച്ചോടിയപ്പോഴുള്ളതായിട്ടുള്ള സന്തോഷവും ഒന്നും തന്നെ ആ ഭവനത്തിൽ നിന്ന് ലഭിച്ചില്ല. അവരുടേതായിട്ടുള്ള ആചാരപ്രകാരം പലതും ചെയ്തു. പല ക്രിയകളിലേക്കും ഈ പെൺകുട്ടിയെയും തള്ളിവിട്ടു. പിന്നീടാണ് മനസ്സിലാക്കുന്നത്, മൂത്ത ചെറുക്കനും വിവാഹം കഴിച്ചത് ഇപ്രകാരം തന്നെയാണ്, മറ്റൊരു സമുദായത്തിലുള്ള പെൺകുട്ടിയെ തന്നെയാണ് വിവാഹം കഴിച്ചത്. നീറുന്ന അനുഭവത്തോടുകൂടെ കടന്നുപോയി. ഒരിടവും പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. വളരെ വേദനയോടുകൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു പഠിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നപ്പോഴാണ് പുറത്തേക്ക് ആ പെൺകുട്ടി കടന്നുപോയത്. ഇത് നടന്ന ഒരു സംഭവമാണ്. കൊച്ചമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ പഠിച്ചതായിട്ടുള്ളൊരു വിദ്യാർത്ഥിനിയുടെ ജീവിതമാണ്. ആ പെൺകുട്ടി കൊച്ചമ്മയോട് പറഞ്ഞതായിട്ടുള്ളൊരു വസ്തുത ഇപ്രകാരമാണ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീര്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല. പക്ഷേ അതിനേക്കാളും വേദന എൻ്റെ മാതാവ് അന്നത്തെ ആ ദിവസത്തിൽ അനുഭവിച്ച് കാണില്ലേ. അന്നത്തെ ആ ദിവസത്തിൽ എന്നെ തിരക്കി ആ ദേവാലയത്തിൻ്റെ ചുറ്റുപാടും സഞ്ചരിച്ച് കാണില്ലേ.
എൻ്റെ മകൾ എവിടെ പോയി, എൻ്റെ മകൾ എവിടെ പോയി എന്ന് എന്നെ തിരക്കിയതായിട്ടുള്ള ഒരു അമ്മയില്ലേ, അമ്മ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാകും. അതുമല്ല ഞാൻ കടന്നുപോയത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഞാൻ ഓടിപ്പോയത്. പിന്നെ എങ്ങനെയാ എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത കിട്ടുക? ഇന്നും സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു തണലിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് ചിന്തിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ എന്ത് തന്നെ നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചാലും അതമ്പേ പരാജയത്തിലേക്ക് എത്തും. ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ഒന്നല്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ തണലിൽ വസിക്കുവാനായിട്ട് കഴിയണം, തണലായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയണം. നാലാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ കാതലുള്ള ഒരു തടി അതിനുണ്ട്. കാതലുള്ള തടി ദേവദാരുവിനുമുണ്ട്. ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ കാതലുള്ള തടി എന്ന് പറയുന്നത്. കാരണം ചുവപ്പും ചാരവർണ്ണവും കലർന്നതായിട്ടുള്ള അതിൻ്റെ തടി, അത് സദാ കാറ്റിലിങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം ദൃഢമുള്ളതാണ്, ഉറപ്പുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം ഒരിക്കലും തന്നെ പൊള്ളയായ ജീവിതമായിട്ട് മാറുവാൻ പാടില്ല. ബലഹീനമായതോ വാട്ടം സംഭവിച്ചതോ ആയിട്ട് മാറുവാൻ പാടില്ല. ദൈവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ മുഖപ്രസന്നതയോടുകൂടെ നമ്മൾ ആയിരിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ വാടിയ മുഖത്തോടുകൂടെയല്ല ആയിരിക്കേണ്ടത്. നാം വാടിയ മുഖത്തോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കുക, കാതലായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലില്ല, നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ്. കാതലായിട്ടുള്ള ഒരു ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ വേഗം കടന്നു പോവുകയാണ്. അഞ്ചാമതായിട്ട് ചിന്തിക്കുമ്പോൾ നീണ്ട ആയുസ് ഈ ദേവദാരുവിനുണ്ട്. നീണ്ട ആയുസ് ഈ ദേവദാരുവിനുണ്ട്. അതായത് ദീർഘായുസ്സുള്ള ഒരു വൃക്ഷമാണ് എന്ന് നമുക്ക് പറയാം. നൂറ്റാണ്ടുകളോളം ഇത് നിലനിൽക്കുന്ന കൊണ്ടാണ്. അതിന് ചരിത്രങ്ങൾ പറയുന്നത് 2000 വർഷങ്ങൾ വരെ ഇതിന് ദേവദാരുക്കൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് നമ്മെ കരുത്തു പകർന്ന് ദൈവം വഴി നടത്തും എന്നതാണ് ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള വസ്തുത. അനേകരെ കരുതുവാനും അവരുടെ ജീവിതത്തെ കണ്ണുനീരിൽ നിന്ന് ദൈവികമായിട്ടുള്ള അനുഭവത്തിലേക്കും സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുള്ള അവസ്ഥകൾ, അതിനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം തരും എന്നതിന് യാതൊരു സംശയവുമില്ല. മദർ തെരേസയെക്കുറിച്ച് നമ്മളെല്ലാവരും നമുക്കറിയാവുന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കൽക്കട്ടയുടെ തിരുവോരങ്ങളിൽ ചേരി പ്രദേശങ്ങളിലെല്ലാം കടന്നുപോയി അവിടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, കുഷ്ഠരോഗികളായിരുന്ന ജീവിതങ്ങളെ പോലും മാറോട് ചേർക്കുവാനായിട്ട് കാണിച്ചതായിട്ടുള്ള സന്മനസ്സിൻ്റെ ഉടമ മദർ തെരേസ പറയുന്നത്, ക്ഷയവും ക്യാൻസറുമല്ല ഏറ്റവും ഭയാനകമായിട്ടുള്ള രോഗം, ആർക്കും വേണ്ടാത്തവരായിട്ടും സ്നേഹിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാകുന്നു കൂടുതൽ ഭയാനകരമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത്. ആരാരും ചേർത്ത് പിടിക്കുവാൻ കഴിയാത്തവരായിട്ടുള്ളവർ, അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ദൗത്യമായിട്ട് നമ്മെ ദൈവം ഒരുക്കും എന്നതിന് യാതൊരു സംശയമില്ല. ആറാമതായിട്ട് അവസാനമായിട്ട് നാം ചിന്തിക്കുമ്പോൾ രാജകീയ വൃക്ഷമാണ് ഈ ദേവദാരു. രാജകീയ വൃക്ഷമാണ് ഈ ദേവദാരു. അതായത് ഭംഗിയുള്ള കൊമ്പുകൾ, തണലുകൾ ഏകുവാനായിട്ടുള്ള മനോഹരമായ ഇലകൾ, പൊക്കത്തിൽ തലയെടുപ്പോടുകൂടെ നിൽക്കുന്നതായിട്ടുള്ള കാതലുള്ള തടിയുള്ളതായിട്ടുള്ള നീണ്ട ആയുസ് ലഭിച്ചിട്ടുള്ള ഒരു രാജകീയ വൃക്ഷമാണ് ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത്. രാജകീയ വൃക്ഷമായിട്ടുള്ളത് തലകുനിക്കേണ്ടി വരുമോ? ഒരിക്കലുമില്ല. വാലല്ല തലയാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ആയിരിക്കുന്നത്. നാം ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാക്കി എന്നെ നിങ്ങളെയും ദൈവം ഉയർത്തിയിരിക്കുകയാണ്. ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മെ എല്ലാം ദൈവം ഉയർത്തിയത്. രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നും
തലകുനിക്കുന്ന അനുഭവത്തിലാണോ ഞാനും നിങ്ങളുമായിരിക്കുന്നത് എങ്കിൽ എവിടെയൊക്കെയോ ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിരിക്കുകയാണ്. എവിടെയോ ചെറിയ ചെറിയ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുകയാണ്. അതിനെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട്, ആ പോരായ്മകളെ ഒന്ന് ശരിയാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ടുള്ള ഈ ദിവസങ്ങളാണ് നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രാജകീയ വൃക്ഷമാക്കി നമ്മെ നടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള സ്വഭാവങ്ങൾ നാം മാറ്റിവെച്ച് പലപ്പോഴും പേരാലിൻ്റെ അനുഭവത്തിൽ നമ്മളായിരിക്കുകയാണ്. അതൊന്ന് മാറി നമ്മുടെ ജീവിതങ്ങൾ രുചി പകരുന്ന അനുഭവമാക്കി നാം മാറ്റേണ്ടത് അനിവാര്യമാണ്. ആഴത്തിലേക്ക് വേരിറങ്ങുന്ന അനുഭവം നമുക്കുണ്ടാകണം. അതായത് ക്രിസ്തുവാകുന്ന ആഴത്തിലേക്ക് വേരൂന്നി അതിൽ ഉറച്ചു നിൽക്കുവാൻ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് അങ്ങനെയാകുമ്പോൾ വളരെ ഉയരത്തിൽ വളരുവാനായിട്ട് കഴിയും. കാരണം വേര് ആഴത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. കാറ്റടിച്ചാലും മറ്റ് എന്ത് പ്രതിസന്ധി വന്നാലും തലകുനിക്കേണ്ട ഇടവരത്തില്ല. ഉയർന്നു നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കും. മറ്റുള്ളവർക്ക് തണലായിട്ട് മാറുവാൻ കഴിയും. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടാകും, കരുത്തുണ്ടാകും. കാതലായിട്ടുള്ള തടി എന്ന് പറയുമ്പോൾ പൊള്ളയില്ലാത്ത വിശ്വാസം. എന്ത് പ്രതിസന്ധി വന്നാലും എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നീണ്ട ആയുസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തലമുറകളെ കണ്ട് ദൈവത്തെ സന്തോഷത്തോടുകൂടെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആയുസ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകും. രാജകീയ പ്രൗഢിയോടുകൂടെ എന്നും നിലനിൽക്കുവാൻ, വളരുവാനായിട്ട് ദൈവം ഇടയാക്കും. ഈ ജീവിതത്തിൽ കഷ്ടത വരികയില്ല എന്നുള്ളതല്ല, കഷ്ടത വരും. പക്ഷേ അവിടെ ദൈവം നമ്മെ താങ്ങുവാനായിട്ട് ഇടയാകും. ഞാൻ എൻ്റെ വചന ധ്യാനത്തിൽ നിന്ന് വിരമിക്കുവാനായിട്ട് പോവുകയാണ്. 1982 ജനുവരി മാസം 13 വാഷിങ്ടൺ വിമാനത്താവളത്തിൻ്റെ അടുത്ത് പൊട്ടാമക് നദിയിലേക്ക് 79 യാത്രക്കാരുമായിട്ട് ഒരു ജെറ്റ് വിമാനം തകർന്നു വീഴുവാനായിട്ടിടയായി. ഉപരിതലത്തിൽ മഞ്ഞ് മൂടിക്കിടന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും അത്ര എളുപ്പമായിരുന്നില്ല. അന്നത്തെ ആ വിമാന അപകടത്തിൽ 5 പേർ മാത്രമാണ് ആ 79 യാത്രക്കാരെന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായത്. ആ 79 യാത്രക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള 5 പേർ കരയിലെത്തിയതിനു ശേഷം തിരഞ്ഞത് 6ാമത്തെ ഒരു വ്യക്തിയെയാണ്. 6ാമത്തെ ഒരു വ്യക്തിയാണ് അവരെല്ലാവരും തിരയുവാനായിട്ടിടയായത്. എവിടെയാണ് ആ മനുഷ്യൻ? കാരണം ഹെലികോപ്റ്റർ രക്ഷയ്ക്കായിട്ട് കടന്നു വന്നപ്പോൾ, കയറ് താഴോട്ട് ഇട്ടുകൊടുത്തപ്പോൾ മറ്റാരെയും തന്നെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയിലേക്ക് തന്നെയാണ് 5 പ്രാവശ്യവും ഹെലികോപ്റ്ററിൻ്റെ കയറ് താഴോട്ട് വീഴുവാനായിട്ടിടയായത്. ഓരോ പ്രാവശ്യവും ഹെലികോപ്റ്ററിൽ നിന്ന് കയറ് താഴോട്ട് വരുമ്പോൾ ഓരോരുത്തർക്കായിട്ട് ഈ മനുഷ്യൻ വച്ച് നീട്ടുകയാണ്. അങ്ങനെ 5 പേരെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഈ രക്ഷപ്പെട്ട 5 പേരും പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഞങ്ങളെ ആരെയും ആ ഹെലികോപ്റ്ററിൽ ഇരുന്നവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആ ഒരു മനുഷ്യനെയാണ് കാണുവാൻ കഴിഞ്ഞത്. അവർ പറയുകയാണ്, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദൂതനാണ് അവിടെ ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ ദൂതനെയാണ് ആ ഹെലികോപ്റ്ററിൽ കടന്നു വന്ന രക്ഷാപ്രവർത്തനത്തിന് വന്ന വ്യക്തികൾ കണ്ടത്. ആ ദൈവത്തിൻ്റെ ദൂതൻ്റെ കരങ്ങളിലേക്കാണ് ആ കയറിട്ട് കൊടുത്തത്. അതിലൂടെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ ലോകപ്രകാരത്തിൽ ഒരുപക്ഷെ തകർന്നു പോകേണ്ട നിമിഷങ്ങൾ വന്നു പോകാം. ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വസ്തുതകൾ വന്നു ചേരാം. പതറിപ്പോകരുത്. നമ്മെ കരുതുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിക്കുന്നുണ്ട്. അതിനെന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളിലേക്ക് നാം പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം ക്രിസ്തുവാകുന്ന ആഴത്തിൽ ആ ഒരു വിശ്വാസത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ ഉയരത്തിൽ വളരുവാൻ കഴിയും, തളർന്നു പോകത്തില്ല, ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ടിടയാകും. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് മാറ്റിവെക്കാമോ? ഈ 45ാമത്തെ സഭാദിനത്തിൻ്റെ കൺവെൻഷൻ യോഗത്തിൻ്റെ ആദ്യത്തെ രാത്രികാലം നമുക്കതിനായിട്ടൊരു തീരുമാനമെടുക്കാമോ? ഈ 45 വർഷ കാലഘട്ടം നമ്മെ വഴി നടത്തി. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ലോകപ്രകാരമുള്ള ചിന്തകളും മറ്റു പലതുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അതിങ്ങനെ ഒരുപക്ഷെ ആലുപോലെ വളർന്നു നിൽക്കുകയാണ്. അതിനെ ഒന്ന് നമുക്കൊന്ന് ഒടിച്ച് പിഴുതെറിയാം. അത്
അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ പതിയെ പതിയെ നമുക്കതിനെ വേരോടുകൂടെ തന്നെ പിഴുതെറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.